92% പാകിസ്ഥാന്റെ വിജയം ഉറപ്പിക്കുമ്പോൾ വെറും 8% പേരുടെ വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും ഒപ്പം നിന്നുകൊണ്ട് വിജയതീരം അണിയാൻ രോഹിത്തിനും സംഘത്തിനുമുള്ള മിടുക്ക് ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ അവതരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിനം. നമുക്കറിയാം, കഴിഞ്ഞ T20 ലോകകപ്പിൽ ഈ ഒരു മിറാക്കിൾ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത് വിരാട് കോഹ്ലി ആയിരുന്നെങ്കിൽ ഇക്കുറി പാക് പടയെ കണ്ണീർ കുടിപ്പിച്ചത് ജസ്പ്രീത് ബുംറയും സംഘവുമായിരുന്നു. ഗ്രൗണ്ടിൽ ബാറ്റിംഗ് നിര ദുരന്തമായി മാറിയെങ്കിലും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ മാജിക്കൽ പ്രകടനം ടീം ഇന്ത്യയെ ത്രസിപ്പിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. When someone asks what Jasprit Bumrah was capable of, show them this. From 8% to 100%, what a win for India. ചെറുപ്പം മുതൽ നിരവധി ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് ഞാൻ. ബാറ്റും പന്തും തമ്മിലുള്ള വെല്ലുവിളിയെ ഞാൻ ആസ്വദിക്കുന്നു. ബാറ്റും തമ്മിലുള്ള പോരാട്ടങ്ങളെക്കാൾ ഞാൻ ആസ്വദിക്കുന്നത് ബോളർമാരുടെ പോരാട്ടമാണ്. പന്തും ബാറ്റും തമ്മിലുള്ള പോരാട്ടമാകുമ്പോഴേ മത്സരം ആവേശകരമാവുകയുള്ളൂ. ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്നാണ് മത്സരശേഷം പാകിസ്ഥാനെ എറിഞ്ഞിട്ട ശേഷം ബുംറ പറഞ്ഞത്. എന്തുകൊണ്ടാണ് താൻ ലോക ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരിയായ ബോളർ ആവുന്നതെന്ന് ജസ്പ്രീത് ബുംറ ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ തെളിയിക്കുകയായിരുന്നു. T20 ലോകകപ്പിലെ ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള ക്ലാസിക് പോരാട്ടത്തിൽ ഇന്ത്യക്ക് 6 റൺസിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഉണ്ടായത്. തുടരെ രണ്ടാം ജയത്തോടെ ഇന്ത്യ സൂപ്പർ 8 യോഗ്യതയ്ക്ക് തൊട്ടരികിൽ എത്തി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് ഈ ടൂർണമെന്റിൽ നിന്നും പുറത്താവലിന്റെ വക്കിലാണ്. നേരത്തെ USA അവർ തോറ്റിരുന്നു. 120 റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. മറുപടിയിൽ ഉജ്ജ്വല ബോളിംഗിലൂടെ പാക് പടയെ ഇന്ത്യ വരിഞ്ഞ് കെട്ടുകയായിരുന്നു. 7 വിക്കറ്റിന് 117 റൺസ് എടുക്കാനേ 20 ഓവറിൽ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ. 31 റൺസ് എടുത്ത വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാനാണ് പാക് ടീമിന്റെ ടോപ്പ് സ്കോറായത്. മറ്റാരെയും 15 റൺസിന് മുകളിൽ പോലും സ്കോർ ചെയ്യാൻ ഇന്ത്യൻ ബോളർമാർ അനുവദിച്ചേയില്ല. ഇമാദ് വസീം 15 റൺസ് നേടിയപ്പോൾ ബാബർ അസം, ഉസ്മാൻ ഖാൻ, ഫക്കർ സമാൻ എന്നിവർ 13 റൺസ് വീതമാണ് എടുത്തത്. 4 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 പേരെ പുറത്താക്കിയ ബുംറയാണ് ഇന്ത്യയുടെ ഹീറോ. ഹാർദിക് പാണ്ഡ്യയും 2 വിക്കറ്റുകളുമായി തിളങ്ങുകയുണ്ടായി. കൃത്യമായ സമ്മർദ്ദം സൃഷ്ടിച്ച് വിക്കറ്റ് നേടിയെടുക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. അർഷദീപ് സിംഗ് 4 ഓവറിൽ 31 റൺസ് വിട്ടുകൊടുത്താണ് 1 വിക്കറ്റ് വീഴ്ത്തിയത്. മുഹമ്മദ് സിറാജിന് വിക്കറ്റ് നേടാനായില്ലെങ്കിലും 4 ഓവറിൽ അദ്ദേഹം വഴങ്ങിയത് വെറും 19 റൺസാണ്. പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ സിറാജിന് സാധിച്ചു. ഒരു ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യ ബോളർ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ നടത്തിയത്. 4 ഓവറിൽ 24 റൺസ് വിട്ടുകൊടുത്താണ് ഹാർദിക് 2 വിക്കറ്റ് വീഴ്ത്തിയത്. രവീന്ദ്ര ജഡേജ 2 ഓവറിൽ 10 റൺസ് വിട്ടുകൊടുത്തെങ്കിലും അദ്ദേഹത്തിന് വിക്കറ്റ് നേടാനായില്ല. എങ്കിലും മികച്ച ബോളിംഗാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അക്ഷർ പട്ടേൽ 2 ഓവറിൽ 11 റൺസ് വഴങ്ങിയാണ് 1 വിക്കറ്റ് വീഴ്ത്തിയത്. ഇക്കണോമി കാത്ത് പന്തെറിയാൻ എല്ലാ ഇന്ത്യൻ ബോളർമാർക്കും സാധിച്ചു. പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയുടെ ദൗർബല്യത്തെ ശരിക്കും അവർ മുതലാക്കി എന്ന് തന്നെ പറയാം. കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ അനുവദിക്കാതെ മികച്ച സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് തുടക്കം മുതലേ സാധിച്ചു എന്നതാണ് ഈ വിജയത്തിന്റെ ആധാരം. നേരത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയപ്പോഴാണ് ഈ ചെറിയ സ്കോറിൽ ഇന്ത്യ ഒതുങ്ങിയത്. രോഹിത് ശർമ്മ 13 റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി 4 റൺസാണ് നേടിയത്. ഋഷഭ് പന്തിന് 4 തവണ ജീവൻ ലഭിച്ചപ്പോൾ 31 പന്തിൽ 42 റൺസ് നേടാൻ സാധിച്ചു. അതുപോലെ ബാറ്റിംഗിൽ പ്രൊമോഷൻ ലഭിച്ച അക്ഷർ പട്ടേൽ അദ്ദേഹം നിർണായകമായ 20 റൺസ് നേടുകയുണ്ടായി. എന്നാൽ ഇന്ത്യയുടെ മറ്റ് പല പ്രധാനപ്പെട്ട താരങ്ങളും നിരാശപ്പെടുത്തിയ മത്സരമായിരുന്നു ഇത്. സൂര്യകുമാർ യാദവ് 8 പന്തിൽ 7 റൺസ് നേടിയപ്പോൾ ശിവം ദൂബെ 9 പന്തിൽ നേടിയത് 3 റൺസ് മാത്രമാണ്. ഒരു ഓവർ ബാക്കി നിൽക്കെയാണ് 119 റൺസിൽ ഇന്ത്യ കൂടാരം കയറിയത്. 42 റൺസ് എടുത്ത ഋഷഭ് പന്തിന്റെ ആ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു പക്ഷേ 100 പോലും തികക്കില്ലായിരുന്നു എന്ന് പറയാം. 31 പന്തുകൾ നേരിട്ട് അദ്ദേഹം 6 ഫോറുകൾ അടിക്കുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ടോട്ടൽ നേരത്തെ 180-190 റൺസെങ്കിലും അടിച്ചെടുക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കാരണം ആദ്യ 10 ഓവർ കഴിയുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റിന് 81 റൺസ് എന്ന നിലയിലായിരുന്നു. എന്നാൽ അടുത്ത 9 ഓവറിനിടെ കൂട്ട തകർച്ചയാണ് ഇന്ത്യക്ക് നേടേണ്ടി വന്നത്. വെറും 38 റൺസ് എടുക്കുന്നതിനിടയിലാണ് ശേഷിക്കുന്ന 7 വിക്കറ്റുകളും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. ഇനി ബുംറയിലേക്ക് തിരിച്ചു വരുമ്പോൾ പാകിസ്ഥാന്റെ നട്ടലുകളായ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഇഫ്തിഖാർ അഹമ്മദ് എന്നിവരെ എല്ലാം പുറത്താക്കി ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ നിർണായകമായത് ബുംറയുടെ സ്പെല്ലായിരുന്നു എന്ന് തന്നെ പറയാം. 4 ഓവറിൽ വെറും 14 റൺസ് വിട്ടുകൊടുത്താണ് ബുംറയുടെ 4 വിക്കറ്റ് പ്രകടനമുണ്ടായത്. കളിയിലെ മാൻ ഓഫ് ദി മാച്ചും ബുംറയാണ്. അവർ ആദ്യം പന്തെറിഞ്ഞപ്പോൾ പിച്ചിൽ നല്ല സ്വിങ്ങും ബൗൺസും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ബോളിംഗ് ആരംഭിച്ചപ്പോൾ ഈ സ്വിങ്ങും ബൗൺസും കുറഞ്ഞു തുടങ്ങി. ചെറിയ വിജയലക്ഷ്യമായതിനാൽ ബൗളിംഗിൽ കൃത്യത കൊണ്ടുവരാനാണ് ഞാൻ കൂടുതലും ശ്രമിച്ചത്, ഞങ്ങളൊക്കെയും ശ്രമിച്ചത്. മാജിക്കൽ പന്തുകൾ എറിയാൻ പോയാൽ ഒരുപക്ഷെ റൺസ് പോകാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയ സ്കോറാണല്ലോ. ചെറിയ സ്കോർ പ്രതിരോധിക്കുമ്പോൾ അതൊരു സാഹസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ പരീക്ഷണത്തിന് തയ്യാറാവാതെ വലിയ ബൗണ്ടറിയെ ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ബുംറ തങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്, തങ്ങളുടെ ടീമിന്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. ഇതിലൂടെ ഇങ്ങനെ ഒരു പദ്ധതിയിലൂടെ മറ്റുള്ളവർക്ക്, എതിരാളികൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കാനും വിക്കറ്റ് നേടിയെടുക്കാനും സാധിച്ചു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ബാബർ അസമിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി 2 തോൽവികൾ. പാക് ടീം ഒരുപക്ഷെ ഈ ലോകകപ്പിൽ നിന്നും പുറത്താവാനുള്ള സാധ്യത, സൂപ്പർ 8 കാണാതെ പുറത്താവാനുള്ള സാധ്യത ഇപ്പോൾ ഏറെയാണ്.